വലിയ മാറ്റം ഉണ്ടാകാത്ത ഒരു ചോദ്യം തന്നെയാണത്. ആരാകണം കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി? ഇതിന് വോട്ട് വൈബ് സർവേയിൽ പങ്കെടുത്ത ആളുകൾ കൊടുത്തിരിക്കുന്ന റേറ്റിംഗ് ഇങ്ങനെയാണ്. പിണറായി വിജയൻ 31.3%. കഴിഞ്ഞ തവണയും ഏതാണ്ട് ഇതേ രീതിയിലുള്ള റേറ്റിംഗ് ആയിരുന്നു പിണറായി വിജയൻ ഉണ്ടായിരുന്നത്. രണ്ടാമത് VD സതീശൻ 29.5%. രാജീവ് ചന്ദ്രശേഖർ 13.5%. മറ്റുള്ളവർ 24.1%. മറ്റുള്ളവർ എന്ന ഗണത്തിൽ രമേശ് ചെന്നിത്തല ഉൾപ്പെടും, ശശി തരൂർ ഉൾപ്പെടുന്നു, KC വേണുഗോപാൽ ഉൾപ്പെടുന്നു, MA ബേബി ഉൾപ്പെടുന്നു, KK ശൈലജ ഉൾപ്പെടുന്നു. ഇങ്ങനെയുള്ള നേതാക്കളാണ് അതിൽ വരുന്നത്. പക്ഷേ ഇവിടെ റേറ്റിംഗ് അനുസരിച്ച് ഇപ്പോഴും പിണറായി വിജയൻ തന്നെയാണ് ഒന്നാം ഘട്ട സർവേയിലും രണ്ടാം ഘട്ട സർവേയിലും മൂന്നാം ഘട്ട സർവേയിലും ജനങ്ങളുടെ റേറ്റിംഗ്, ജനങ്ങളുടെ വിലയിരുത്തൽ വന്നിരിക്കുന്നത് പിണറായി വിജയൻ 31.3%. മുന്നിൽ VD സതീശൻ തൊട്ട് പിന്നിൽ തന്നെ ഉണ്ട് എന്നതാണ് 29.5% എന്ന കണക്ക്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ റേറ്റിംഗ് മുഴുവൻ നോക്കുമ്പോൾ മറ്റുള്ളവർ 24.1 എന്ന് പറയുമ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ റേറ്റിംഗ് ആണ് കൂടുതൽ. ആകെ റേറ്റിംഗ് എടുക്കുമ്പോൾ ജനങ്ങളുടെ വിലയിരുത്തൽ അനുസരിച്ച് കോൺഗ്രസ് നേതാക്കൾക്ക് കൂടുതൽ റേറ്റിംഗ് ഉണ്ട് CPM നേതാക്കളെക്കാൾ. കാരണം പിണറായി വിജയനുള്ള ഈ വലിയ വിലയിരുത്തൽ, അനുകൂലമായ വിലയിരുത്തൽ മറ്റ് നേതാക്കളുടെ കാര്യത്തിലില്ല. അപ്പോൾ കോൺഗ്രസ് നേതാക്കളെ ആകെ എടുക്കുകയാണെങ്കിൽ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി വരട്ടെ എന്ന കാര്യത്തിലാണ് ജനങ്ങൾ കൂടുതലായി അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. കിരൺ, ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണല്ലോ. കഴിഞ്ഞ സർവേയിലും ഇങ്ങനെയായിരുന്നു. മഞ്ജുഷ, ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത കൂടിയുണ്ട്. ഈ മുഖ്യമന്ത്രിമാരെ റേറ്റ് ചെയ്യുന്നതും സർക്കാരിനെ റേറ്റ് ചെയ്യുന്നതും വോട്ട് ചെയ്യുന്നതുമായി എപ്പോഴും ആ തരത്തിൽ ബന്ധം ഉണ്ടാവണമെന്നില്ല. പ്രധാനപ്പെട്ട പല ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ 2025 ഡൽഹി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടുത്തെ ഏറ്റവും ജനപ്രിയനായ ആൾ കെജ്രിവാളായിരുന്നു. കെജ്രിവാളിൻ്റെ തൊട്ടടുത്ത് നിൽക്കാൻ മറ്റാരും അവിടെ ഉണ്ടായിരുന്നില്ല. രാജസ്ഥാനിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വസുന്ധര രാജയ്ക്കുണ്ടായിരുന്ന ഒരു വലിയ മേൽക്കൈ, ആ മേൽക്കൈ മറ്റാർക്കും ആ തരത്തിലേക്ക് ഒരു മേൽക്കൈ ഉണ്ടായിരുന്നില്ല. കാരണം ഈ വ്യക്തികളോട് നേരിട്ട് നിന്നാൽ, അപ്പോൾ കേരളത്തിൽ പിണറായി വിജയൻ കഴിഞ്ഞാൽ എതിരാളിയായി വരുന്നത് VD സതീശനാണ്, പ്രധാന എതിരാളി. ആ VD സതീശൻ പക്ഷേ അവിടെയൊക്കെ ഇവർക്കുണ്ടായിരുന്ന വലിയ മേൽക്കൈ ഉണ്ടായിരിക്കുമ്പോഴും ആ തെരഞ്ഞെടുപ്പിൽ ആ മുഖ്യമന്ത്രിമാരുടെ പാർട്ടി പരാജയപ്പെട്ടു എന്ന് ആലോചിക്കണം. ഡൽഹി തെരഞ്ഞെടുപ്പാണ് ഏറ്റവും വലിയ ഉദാഹരണം. ഡൽഹി തെരഞ്ഞെടുപ്പിൽ കെജ്രിവാളിൻ്റെ തൊട്ടടുത്ത് പോലും പകുതി ശതമാനം പോലും ഒരു പിന്തുണ നൽകാൻ മറ്റേ ആരെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രധാനപ്പെട്ട ആളുകളെ ചൂണ്ടിക്കാണിച്ചിരുന്നില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം നേരെ തിരിച്ചാണ് വന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഒരു മികവ് കൊണ്ട് മാത്രം ഒരു തെരഞ്ഞെടുപ്പിനെ ആകെ വിജയിപ്പിക്കാൻ കഴിയുമെന്ന് പറയാനാവില്ല. UDF-നെ സംബന്ധിച്ച് പ്രതീക്ഷ നൽകുന്ന ഒരു ചെറിയ ഘടകം എന്ന് പറയുന്നത് 31.3% പിണറായി വിജയൻ ഉണ്ടെങ്കിൽ 29.5% കാര്യമായ വ്യത്യാസമില്ല. പിണറായി വിജയനായാലും അല്ലെങ്കിൽ VD സതീശനായാലും അങ്ങനെ കാര്യമായ കുഴപ്പം വരുന്നില്ല. അതിൽ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, പിണറായി വിജയൻ്റെ പിന്തുണയും നേരത്തെ ഈ പാർട്ടിയുടെ പിന്തുണകളൊക്കെ പോലെ തന്നെയാണ് SC/ST വിഭാഗത്തിനിടയിലാണ് ഏറ്റവും കൂടുതൽ പിണറായി വിജയന് പിന്തുണയുള്ളത്. ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗത്തിനിടയിൽ ഇപ്പോഴും പിണറായി വിജയൻ്റെ പിന്തുണ നിലനിൽക്കുന്നു. ക്രിസ്ത്യൻ വിഭാഗത്തിനിടയിലും അപ്പർ കാസ്റ്റ് ഹിന്ദു വിഭാഗത്തിനിടയിലുമാണ് പിണറായി വിജയനേക്കാൾ പിന്തുണ മറ്റ് VD സതീശനായാലും പോകുന്നത്. പൂർണ്ണമായും രാജീവ് ചന്ദ്രശേഖരന് കിട്ടുന്ന ഈ 13.5% എന്ന് പറയുന്നതിന്റെ മെജോറിറ്റിയും വരുന്നത് അത് അപ്പർ കാസ്റ്റ് ഹിന്ദു വിഭാഗത്തിന്റെ ഇടയിൽ നിന്ന് തന്നെയാണ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. ശരിയാണ്. അതായത് 29.2% അപ്പർ ക്ലാസ് ഹിന്ദുസിന്റെ ഇടയിൽ, ഹിന്ദുക്കൾക്കിടയിലെ ഉയർന്ന വിഭാഗം, അവരുടെ വോട്ടാണ് രാജീവ് ചന്ദ്രശേഖരന് കൂടുതലായി കിട്ടിയിരിക്കുന്നത്. അത് തന്നെ 29.2%. ശ്രീ MS വേണുഗോപാൽ, താങ്കൾ ഈ റേറ്റിംഗിനെ എങ്ങനെ കാണുന്നു? സ്വാഭാവികമായിട്ടും ആരാണോ ഭരണത്തിൽ ഇരിക്കുന്ന മുഖ്യമന്ത്രി, അദ്ദേഹത്തിന് സാധാരണയായി സർവേകളിൽ ഉയർന്ന റേറ്റിംഗ് കിട്ടാറുള്ളതാണ്. അത് അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യത്തിൽ അങ്ങനെയായിരുന്നു, നേരത്തെ കിരൺ സൂചിപ്പിച്ച പോലെ. പക്ഷേ ഒടുവിൽ ആകെ ഫലം വന്നു കഴിഞ്ഞപ്പോൾ ഭരണത്തിൽ നിന്ന് പോകേണ്ടതായും വന്നിട്ടുണ്ട്. അതുകൂടി മനസ്സിലാക്കേണ്ടതാണ്. തീർച്ചയായിട്ടും നിലവിലെ മുഖ്യമന്ത്രിയുടെ ഭരണ രീതികൾ മാത്രമേ ജനങ്ങൾ കൂടുതൽ കണ്ടിട്ടുള്ളൂ. പക്ഷേ പ്രതിപക്ഷ നേതാവിന്റെയോ മറ്റ് പ്രതിപക്ഷ കക്ഷികളുടെ നേതാക്കളുടെയോ പെർഫോമൻസ് അവർ കണ്ടിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഇരിക്കുന്ന ആളിനൊരു വിലയിരുത്തൽ നടത്തുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് ഒരു മുൻകൈ കൊടുക്കാറുണ്ട്. അത് ജനറലി വരുന്ന ഒരു പ്രതിഭാസമാണ്. അതിൽ കവിഞ്ഞ് പ്രത്യേകതയൊന്നും അതിനകത്ത് കാണേണ്ടതില്ല. മറ്റൊന്ന്, കൂടുതൽ തവണ ജനങ്ങളുടെ മുമ്പാകെ എത്തുന്ന മുഖ്യമന്ത്രിയും അദ്ദേഹം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിലവിലെ മുഖ്യമന്ത്രിക്ക് എപ്പോഴും ഒരു മുൻകൈ നേരത്തെ കിരൺ പറഞ്ഞതുപോലെ കിട്ടാറുണ്ട്. അതൊരിക്കലും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ വിജയത്തിന് ഒരു വലിയ ഘടകമായിട്ട് വരാറില്ല. എന്നാൽ ചില സന്ദർഭങ്ങളിൽ മാത്രം, ദേശീയ തലത്തിലൊക്കെ വരുമ്പോൾ മാത്രം അങ്ങനെ ചിലപ്പോൾ കണ്ടിട്ടുണ്ട്. മോദിയുടെ പ്രഭാവം വെച്ചുകൊണ്ട് പലപ്പോഴും BJPക്ക് ഒരു ഹൈ റേറ്റിംഗ് അല്ലെങ്കിൽ സീറ്റ് ഒക്കെ കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി സ്റ്റേറ്റുകളിൽ പലപ്പോഴും നിലവിലെ മുഖ്യമന്ത്രിക്കാണ് പ്രധാനമായും വോട്ട് കൂടുതൽ ജനങ്ങളിൽ നിന്ന് കിട്ടാറ്. പക്ഷെ അതൊരിക്കലും
അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ഒരു പെർഫോമൻസ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അതൊരു വ്യക്തിഗത പെർഫോമൻസ് ആയിട്ടോ അല്ലെങ്കിൽ വ്യക്തിഗത പിന്നെ പ്രതിച്ഛായ ജനങ്ങളിൽ നിൽക്കുന്നത് മുഖ്യമന്ത്രി എന്ന കസേരയിൽ ഉള്ള ഒരു പ്രതിച്ഛായ കൂടി ചേർത്താണ് ജനങ്ങൾ പലപ്പോഴും ഇതിനെ റീഡ് ശരിയാണ്. കഴിഞ്ഞ സർവേയിൽ, രണ്ടാം ഘട്ട സർവേയിലും ഇതിൽ നിന്ന് നേരിയ ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നു എന്നതുകൂടി ശ്രദ്ധേയമാണ്. പിണറായി വിജയന്റെ കാര്യത്തിൽ 0.2 കുറവ് വന്നിട്ടുണ്ട് ഈ സർവേയിൽ. അതേസമയം വി ഡി സതീശന്റെ കാര്യത്തിൽ ഒരു 0.2% കൂടുതലും വന്നിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖരന്റെ കാര്യത്തിലും 1% കൂടുതൽ ആരെയാണ് നിങ്ങൾ മുഖ്യമന്ത്രിയായി ഇഷ്ടപ്പെടുന്നത് എന്ന കാര്യത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ള ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഒന്നാം ഘട്ടം, രണ്ടാം ഘട്ടം, മൂന്നാം ഘട്ടം 3 സർവേയിലും ഏകദേശം ഒരേ റേറ്റിംഗ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ റേറ്റിംഗിന് ഏതാണ്ട് അടുത്ത് വി ഡി സതീശന്റെ വരുന്നു. അത് കഴിഞ്ഞാൽ കോൺഗ്രസിലെ രമേശ് ചെന്നിത്തല മറ്റ് നേതാക്കളോ അല്ല വന്നിരിക്കുന്നത്. അത് വന്നിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരനാണ്. ശരിയാണ്. പക്ഷേ ആകെ നോക്കുമ്പോൾ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി വരട്ടെ എന്നുള്ള കാര്യത്തിനാണ് കൂടുതൽ പിന്തുണ കിട്ടിയിരിക്കുന്നത് എന്നുകൂടി ശ്രദ്ധേയമാണ്. അത് ഈ സർവേയിലും കഴിഞ്ഞ സർവേയിലും ഇതേ രീതിയിൽ തന്നെയായിരുന്നു പ്രതിഫലിച്ചത്. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഇക്കാര്യത്തിലുണ്ട്. ശരി, ശ്രീ എം എസ് വേണുഗോപാൽ, അടുത്ത ചോദ്യം ഇതായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന പ്രധാന വിഷയങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ്. അതിൽ വിലക്കയറ്റം 17% എന്നുള്ളതാണ് കണക്ക്. കഴിഞ്ഞ സർവേയിലും ഏകദേശം ഇത്ര തന്നെയായിരുന്നു. വിലക്കയറ്റം 17%, തൊഴിലില്ലായ്മ 16.2%, അഴിമതി 12.9%, മദ്യവും ലഹരിയും 11.2%, ക്രമസമാധാനവും സ്ത്രീ സുരക്ഷയും 9.2%. ഈ ഒരു കണക്കാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ സർവേയിലും ഏകദേശം ഇതേ രീതിയിൽ തന്നെയായിരുന്നു. മറ്റ് ഘടകങ്ങൾ കൂടി നോക്കുമ്പോൾ വർഗീയ ധ്രുവീകരണം 6.1% ഉണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയമാകും എന്നുള്ളതാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള 5%. കഴിഞ്ഞ സർവേയിലെ പോലെ തന്നെ വളരെ കുറവാണ്. 5% ആളുകൾ മാത്രമേ ശബരിമല സ്വർണ്ണക്കൊള്ള ഈ തെരഞ്ഞെടുപ്പിലെ ഒരു വിഷയമാണ് എന്ന കാര്യത്തിൽ വിലയിരുത്തൽ നടത്തുന്നുള്ളൂ. വികസനമില്ലായ്മ 4.2%, മറ്റ് വിഷയങ്ങൾ 5.3%, അഭിപ്രായമില്ല 13%. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ വിഷയമായിട്ട് ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് വിലക്കയറ്റമാണ് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. തൊഴിലില്ലായ്മ 16.2%. ഈ 2 ഘടകങ്ങൾക്കാണ് മുൻതൂക്കം. കിരൺ, എങ്ങനെ കാണുന്നു ഇതിനെ? തെരഞ്ഞെടുപ്പിലെ വിഷയങ്ങൾ മാറി മറിഞ്ഞിട്ടില്ല എന്ന് തന്നെ കാണേണ്ടതാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ദിവസത്തിലേക്ക് കടക്കുമ്പോൾ. അതെ, ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം വിലക്കയറ്റം തന്നെയാണെന്നാണ്. ആ വിലക്കയറ്റത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത അത് ഏതെങ്കിലും ഒരു ഏജ് ഗ്രൂപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലമോ, വടക്ക് തെക്ക് മധ്യ കേരളം അങ്ങനെ സ്ഥലമോ ജില്ലയോ ഒന്നും തിരിയുന്നില്ല. എല്ലാവരും ഒരേപോലെ തന്നെ പറയുന്നത് വിലക്കയറ്റം എന്ന് പറയുന്നതിന് അതിന് എവിടെയെങ്കിലും ഒരു പ്രത്യേകിച്ച് ഒരു സ്ഥലത്തില്ല. അതേസമയം തൊഴിലില്ലായ്മയിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ അത് ചെറിയ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളാണ്. തൊഴിൽ ഏറ്റവും അനിവാര്യമായി നിൽക്കുന്ന ആളുകളുടെ ഇടയിൽ തന്നെയാണ്. അത് 18 മുതൽ 24 വയസ്സ് വരെയുള്ളതിനകത്ത് 20.5%, അതോടൊപ്പം തന്നെ 25 മുതൽ 34 വരെ നിൽക്കുന്നവർക്കും 20%. ഈ ഏകദേശം ഒരു 18 മുതൽ 35 വയസ്സ് വരെ നിൽക്കുന്ന ആളുകളുടെ ഇടയിലാണ് ഈ തൊഴിലില്ലായ്മ ഒരു പ്രധാനപ്പെട്ട ഗൗരവമുള്ള പ്രശ്നമായി കാണുന്നത്. അതേസമയം അഴിമതിയുടെ വിഷയം വരുമ്പോൾ ചെറുപ്പക്കാർ അങ്ങനെ സംസ്ഥാന സർക്കാരിനെതിരെ അങ്ങനെ ഒരു വലിയ അഴിമതി നടക്കുന്നുണ്ട്, ആ തരത്തിലേക്കുള്ളൊരു വിലയിരുത്തൽ അവർക്കില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.